ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആകെ അലങ്കോലാക്കി ഇട്ടേക്കാണ്. അപ്പോൾ നമ്മളിനി ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടിട്ട് അപ്പോൾ അറിയാലോ പോയാണ്. അല്ലെങ്കിലും നമ്മളിങ്ങനെ തന്നെയാണ്. മാസത്തിൽ നമുക്കൊരു ഇതുണ്ട്, ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ കബോർഡിൻ്റെ ഉള്ളിൽ കയറ്റി, അതിന് ശേഷം പിന്നെ കുറച്ച് പത്രങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കുറേ നമ്മൾ ന്യൂസ് പേപ്പർ അതൊക്കെ എന്താ പറയുക, പഴയ സാധനങ്ങളൊക്കെ കുറച്ച് കബോർഡിലിരിപ്പുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത കവറുകൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് ചാക്കിലാക്കിയിട്ട് നമ്മളുടെ പറമ്പിലൊരു ചെറിയൊരു ഷെഡ് ഉണ്ടല്ലോ, ആ ഷെഡിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീട് വൃത്തിയാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് ഏരിയയിലെ കിച്ചൻ്റെ അവിടുത്തെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കലുണ്ടായിരുന്നു, ടിന്നുകളൊക്കെ വൃത്തിയാക്കി. പക്ഷെ അത് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതിന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുൾ ലെങ്ത് ഇല്ല, ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നതാണ് കേട്ടോ. സ്പീഡ് കയറ്റിയിട്ടേക്കാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ദിവസം കൂടെ ഇരുന്നാലും കഴിയില്ല. കാരണം ഇന്നലെ ഫുൾ ഡേ എന്താ പറയുക 6 മണി വരെ പണി തന്നെയായിരുന്നു. പിന്നെ ബാത്റൂം കഴുകലും ക്ലീനിങ്ങൊക്കെ ഉണ്ടായി, അത് ഞാൻ എടുക്കാൻ പോയില്ല. പിന്നെ
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ പെങ്ങളും കൂടെ വിളിച്ചു കൂട്ടാ. രണ്ടാളും കൂടി വിളിച്ചിട്ട് വീഡിയോ കോളായിരുന്നു. അപ്പോൾ ഞാനന്ന് അവിടെ വെച്ചിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് ഫോണും കൊണ്ടാണ് പിന്നെ പണിയെടുക്കും വർത്തമാനം പറയും, അവിടെ ചാരി വയ്ക്കും, അങ്ങനെയായിരുന്നു കേട്ടാ. അപ്പോൾ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഫോണ്, അങ്ങനെ സംസാരം. പിന്നെ സംസാരിക്കാനുണ്ടെങ്കിൽ പണി നടക്കൂട്ടാ, അതെപ്പോഴും അങ്ങനെ തന്നെ. ആ വീഡിയോ കോളാകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് വെച്ചിട്ട് പിന്നെ സംസാരിക്കുകയും ചെയ്യാം, പണിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അടുക്കളത്തെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തോട്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു, അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഏട്ടനപ്പോഴേക്കും വെച്ചു. പിന്നെ നാത്തു മാത്രമായി, നാത്തുനോട് സംസാരിച്ചു, അങ്ങനെ.
വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചേച്ചി അപ്പോൾ വേഗം പോയി ഗേറ്റ് തുറന്നു. അങ്ങനെ ചേച്ചി ഞാൻ തുടക്കുകയാണല്ലോ. അപ്പോൾ ചേച്ചി അടുക്കള വശത്ത് കൂടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറകു വശത്ത് കൂടെ കയറി. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഓണാക്കി വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ അപ്പുറത്തെ റൂമിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഫോണാണല്ലോ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ. അങ്ങനെ പിന്നെ ഫോൺ പിന്നെ ഞാൻ അതത്ര എടുത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാത്റൂം കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അതൊക്കെ എന്താ പറയുക, ബാത്റൂം കഴുകൽ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നിട്ട് പോപ്കോൺ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോയി, നാടകം കാണാൻ പോയി. ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയായിരുന്നു കേട്ടോ. ചായ കുടിക്കുന്നതൊക്കെ ഉണ്ടായി, പക്ഷെ അതൊന്നും എടുത്തില്ല, വീഡിയോ എടുത്തില്ല. പോപ്കോൺ വറുത്ത് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ നാടകം കാണാൻ പോകുന്നുണ്ട്. പോപ്കോൺ അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. നാടകരചന, നാടക സംവിധാനം. ഇത് കേൾക്കുമ്പോഴേക്കും ഒരു ജനത അതിനു മുമ്പ് തന്നെ ഈ ഇരിപ്പിടങ്ങളിലെത്തും. അത് വേറെ എവിടെയുമല്ല, നമ്മുടെ സ്വന്തം എടതിരിഞ്ഞി. 5 നാടകങ്ങളാണ് എല്ലാ വർഷവും എടതിരിഞ്ഞി ശിവകുമാരേശ്വര ക്ഷേത്രത്തിലെത്തുന്നത്. ഇത്രയേറെ നാടകത്തെ സ്നേഹിക്കുന്ന ഒരു ജനവിഭാഗം കേരളത്തിൽ മറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. കാരണം അത്രയേറെ ജനങ്ങളാണ് ഈ നാടകം കാണുന്നതിന് വേണ്ടി ഇപ്പോൾ 2 ദിവസം ഈ നാടകത്തിൻ്റെ അവതരണത്തിന് മുന്നിലെത്തിയിട്ടുള്ളത്. എല്ലാ വർഷവും അവർക്ക് നാടകമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രിയമാണ്. പടിയൂർ പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഓടിയെത്തുകയാണ്. 8 മണിയാകുമ്പോഴേക്കും ആ സദസ്സും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച. നാടകം ഈ മണ്ണിൽ നിന്നും ഒരിക്കലും തിരിച്ചു പോകില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. മുനിയൊരു കളം വരച്ചു.